ഹലോ വെൽക്കം ടു റെനീസ് ഫ്യൂഷൻ. ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. സോ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അരി നന്നായി കഴുകിയതിന് ശേഷം വെള്ളം പോകാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി നന്നായിട്ട് വെന്ത് പോകരുത്. ഒരു 90% വേവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതൊരു അരിപ്പയിലോട്ട് മാറ്റിയിട്ട് വെള്ളം പോകാൻ വയ്ക്കാം. റൈസ് ചൂടാറിയതിന് ശേഷം മിനിമം ഒരു 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വിട്ട് കിട്ടും. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1/4 കപ്പ് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷനും കൂടെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, 1/4 കപ്പ് ബീൻസ്, 1/4 കപ്പ് ക്യാബേജ്. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒരു 1 മിനിറ്റ് സോട്ട് ചെയ്താൽ മതി. വെജിറ്റബിൾസ് ഒത്തിരി വെന്ത് പോകരുത്. 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അതിൻ്റെ ഒരു സൈഡിലോട്ട് നമുക്ക് 3 മുട്ട പൊട്ടിച്ചു കൊടുക്കാം. അതിലേക്കൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, ഇത് രണ്ടും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ വെജിറ്റബിൾസും മുട്ടയും കൂടെ ഒരുമിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതെല്ലാം കുക്ക് ചെയ്തെടുക്കാൻ. 2 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ്, 1/4 ടീസ്പൂൺ ഓയിസ്റ്റർ സോസ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ അത് ചേർക്കുമ്പോഴാണ് ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് നമുക്ക് കിട്ടുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ വിനീഗർ, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് സോട്ട് ചെയ്യുക. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പോർഷൻ ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എല്ലാ വശത്തേക്കും സോസുകൾ വരുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി ഇളക്കരുത്, നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താലും മതി ഇതുപോലെ. ഇല്ലെങ്കിൽ നമ്മളുടെ അരി ചിലപ്പം ഉടഞ്ഞു പോകും. നമ്മളുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫ്രൈഡ് റൈസാണ്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. സോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക. താങ്ക്